അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ്റെ ഹിജറ ഓർമ്മപ്പെടുന്ന സന്ദർഭമാണല്ലോ മുഹറം മാസം. ഇസ്ലാമിക കലണ്ടറിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവമാണ് ഹിജറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുറപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പുറപ്പെടുകയായിരുന്നില്ല ആ പ്രവാചകൻ. റസൂൽ നിർവഹിക്കേണ്ടുന്ന ദൗത്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയുള്ളതുകൊണ്ട് റസൂൽ ഹിജറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മക്കയുടെ മണ്ണിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രവാചകൻ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെടുമ്പോൾ ഏറ്റവും നല്ലൊരു സഹയാത്രികൻ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നു. ആ സഹയാത്രികനായി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖിനെ തിരഞ്ഞെടുക്കുന്നു. അതോടൊപ്പം തന്നെ റസൂൽ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകനാണ്. അമാനുഷികമായ എല്ലാ സംഭവങ്ങളുമുണ്ട്. എങ്കിൽ പോലും റസൂൽ വഴികാട്ടിയായി സ്വീകരിക്കുന്നത് മുശ്രിക്കായ ഒരു മനുഷ്യനെയാണ്. വളഞ്ഞ വഴിയിലൂടെ, വ്യത്യസ്തമായ രൂപത്തിലൂടെ, ഭിന്നമായ വഴികളിലൂടെ മദീനയിൽ യസ്രിബിൽ എത്താൻ പറ്റുന്ന ഏറ്റവും നന്നായി വഴിയറിയുന്ന ഒരാളെ അതിനുപയോഗപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന് മക്കയിലെ കുൽസിതമായ നീക്കങ്ങളും അവിടുത്തെ ഓരോ ചലനങ്ങളും അറിയേണ്ടതുണ്ട്. അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിൻ്റെ മകൻ അബ്ദുള്ള നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ ബിൻത് അബീ ബക്കറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്. റസൂൽ അതിനുപോലും ഏർപ്പാടുണ്ടാക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ, മറിയം ബീവിക്ക് മെഹ്റാബിൽ ഭക്ഷണം എത്തിച്ച അള്ളാഹുവല്ലേ, എല്ലാ നിലക്കുള്ള ഭക്ഷണം കിട്ടുമല്ലേ എന്നല്ല വിചാരമല്ല ഉണ്ടായത്. മനുഷ്യസാധ്യമായ എല്ലാ ആസൂത്രണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ പ്രവാചകനും അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബറും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ കാലടിപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കൾ വരാതിരിക്കുവാൻ ആമിർ ബിൻ ഫുറൈഹ് എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആട്ടിടയൻ, അദ്ദേഹത്തിൻ്റെ ഇടയനെ ആടുകളെ മേച്ചുകൊണ്ട് പിറകെ വരാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നു. എല്ലാ നിലക്കുമുള്ള ആസൂത്രണങ്ങൾ നമുക്ക് ഹിജറയുടെ ഓരോ സന്ദർഭത്തിലും കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകൻ നിർവഹിക്കേണ്ടത് നിരന്തരമായ പ്രാർത്ഥനയും, ഒരു പ്രബോധകൻ നിർവഹിക്കേണ്ടത് നിരന്തരമായ പ്രാർത്ഥനയും അതോടൊപ്പം പ്രവർത്തനവുമുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വിജയസാധ്യതയുണ്ട് എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പ്രാർത്ഥന റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ദിഖിൻ വ അഖ്രിജ്നി മുഖ്റജ സിദ്ദിഖിൻ വജഅൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അള്ളാഹുവേ, എനിക്കൊരധികാരസ്ഥാനം നൽകണം. അള്ളാഹുവേ, എന്നെ എങ്ങോട്ട് പ്രവേശിപ്പിക്കുകയാണെങ്കിലും അത് സത്യത്തോടു കൂടിയായിരിക്കണം. അള്ളാഹുവേ, എന്നെ എങ്ങോട്ട് പുറപ്പെടുവിക്കുകയാണെങ്കിലും അത് സത്യത്തോടു കൂടിയായിരിക്കണം. അപ്പോൾ എനിക്കൊരു അധികാര ശക്തി കൂടി വേണം എന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട പ്രവാചകൻ്റെ പ്രാർത്ഥന നമ്മുടെ മനസ്സുകളിൽ നിരന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അങ്ങനെ നമ്മൾ തികഞ്ഞ ആസൂത്രണത്തോടു കൂടി പ്രവർത്തിക്കുന്നുവെങ്കിൽ സംസം അള്ളാഹുവിൻ്റെ സമ്മാനം, അള്ളാഹുവിൻ്റെ വിജയം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്.